നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കുറുമാലിയിൽ ലോറി മറിഞ്ഞു, ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. പുതുക്കാട് കുറുമാലി പാലത്തിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടം. ഇതോടെ ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായി. വാഹനങ്ങൾ എതിർ ട്രാക്കിലൂടെ കടത്തിവിട്ടാണ് പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 6-നായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. നിയന്ത്രണം വിട്ട ലോറി പാലത്തിന്റെ കൈവരിയുടെ വശത്തുള്ള കോൺക്രീറ്റ് ബീമിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് കരുതുന്നു. ലോറി പാലത്തിൽ നിന്നും നീക്കാനുള്ള ശ്രമം ദുഷ്കരമായിരുന്നു. ഇതോടെ ദേശീയപാതയിൽ ഇരുവശത്തും 100 കണക്കിനുള്ള വാഹനങ്ങളാണ് കുടുങ്ങിക്കിടന്നത്. 2.5 മണിക്കൂറിലേറെ വാഹനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോയിരുന്നത്. അരമണിക്കൂറിലേറെ സമയമെടുത്താണ് ദേശീയപാതയിലെ വാഹനങ്ങൾ കുറുമാലി പിന്നിട്ട് പോയത്. ആമ്പല്ലൂരിൽ ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക്. 5 മണിക്കൂറോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. മേൽപ്പാലത്തിലടക്കം വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. തൃശൂരിലേക്കും ചാലക്കുടിയിലേക്കുമുള്ള പാതകളിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. ആമ്പല്ലൂർ മുതൽ നെല്ലായി വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. ശനിയാഴ്ച രാവിലെ 6-ഓടെ കുറുമാലി പാലത്തിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞുണ്ടായ അപകടത്തെ തുടർന്നാണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. വാഹനങ്ങൾ എതിർ ട്രാക്കിലൂടെ കടത്തിവിട്ട് പോലീസ് ഗതാഗതം നിയന്ത്രിച്ചെങ്കിലും ഗതാഗത കുരുക്ക് പൂർണ്ണമായും പരിഹരിക്കാനായിട്ടില്ല. ഗതാഗത കുരുക്ക് യാത്രക്കാരെയും ദുരിതത്തിലാക്കി. ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി യാത്ര തിരിച്ച നിരവധി പേർ മണിക്കൂറുകളായി നടുറോഡിൽ കുടുങ്ങി. ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മന്ത്രി OJ ജിനേഷ് കുമാർ തൃശൂരിൽ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ശനിയാഴ്ച രാവിലെ 9:02 തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിലായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ. പതാക ഉയർത്തലിന് ശേഷം മന്ത്രി പരേഡ് നിരീക്ഷിച്ചു. തുടർന്ന് മാർച്ച് പാസ്റ്റും മന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശവും ഉണ്ടായിരുന്നു. ദേശഭക്തി ഗാനം, മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള ട്രോഫി വിതരണം, സായുധസേന പതാകാനിധി, റോളിംഗ് ട്രോഫി വിതരണം എന്നിവയ്ക്ക് ശേഷം ദേശീയ ഗാനത്തോടെയാണ് ചടങ്ങുകൾ അവസാനിച്ചത്. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC തുടങ്ങിയവയുടെ വിവിധ പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പോലീസ് കേഡറ്റ്, NCC തുടങ്ങിയവയുടെ വിവിധ പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കല്ലൂർ സെന്റ് റാഫേൽ പബ്ലിക് സ്കൂളിൽ ഒരുക്കിയ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായി. സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളും ഭരണഘടനയുടെ സന്ദേശവും പുതുതലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ വോയിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയത്തെ മുൻനിർത്തി പള്ളി അങ്കണത്തിലാണ് ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചത്. 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ദൃശ്യാവിഷ്കാരം സ്വാതന്ത്ര്യം, സമത്വം, നീതി, സാഹോദര്യം എന്നീ ഭരണഘടനാ മൂല്യങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്നവയായിരുന്നു. ചടങ്ങോടനുബന്ധിച്ച് സ്കൂൾ അങ്കണത്തിൽ പ്രിൻസിപ്പൽ ടെസ്സി ജോസ് ദേശീയ പതാക ഉയർത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോയ് കൊളന്നൂർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA പ്രസിഡന്റ് റിക്സൺ കളപ്പുര, MPTA പ്രസിഡന്റ് സ്നേഹ ലിയോൺ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. ഇത് ഞങ്ങൾ പിറന്ന മണ്ണ്. ഇവിടെ ജീവിക്കാൻ ആരുടെയും ഔദാര്യം വേണ്ട. ഇത് ഞങ്ങളുടെ അവകാശം. സ്വാതന്ത്ര്യദിനാഘോഷവേദിയായ തേക്കിൻകാട് മൈതാനിയിൽ വന്ദേമാതരം ചൊല്ലി BJP.
തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ജില്ലാതല ആഘോഷ പരിപാടിക്ക് സമീപത്താണ് വന്ദേമാതരം ആലപിച്ചത്. ജാഥയായി വേദിക്ക് സമീപം എത്തിയാണ് സമാന്തരമായി പതാക ഉയർത്തി BJP പ്രവർത്തകർ വന്ദേമാതരം ചൊല്ലിയത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച ജാഥ തേക്കെ ഗോപുരനട വഴി എത്തിയാണ് പതാക ഉയർത്തി വന്ദേമാതരം ചൊല്ലിയത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കല്ലൂരിൽ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര അധ്യക്ഷത വഹിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,220 രൂപയും പവന് 1,13,760 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.